ഹായ്, ഇന്നത്തെ വീഡിയോ ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 40 Pro Maxിൽ നിന്ന് 50 Pro Maxിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് നമ്മളുടെ ഡാറ്റാസാണ്, മെയിനായിട്ടുള്ള ഡാറ്റാസാണ്. അത് വാട്സപ്പും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സകലമാന സാധനങ്ങളും അതേമാതിരിയായിട്ട് തന്നെ കോപ്പി ചെയ്തിട്ട് കിട്ടിയിട്ടോ. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. 12 നിന്ന് 40 Pro Maxിലേക്കാണ് കേട്ടോ നമ്മൾ ഡാറ്റ കോപ്പി ഉണ്ട്. അപ്പോൾ നമ്മൾ 40 Pro Max ആക്ടിവേഷൻ ചെയ്യണം കേട്ടോ. 40 Pro Max ഓൾറെഡി ഫോർമാറ്റഡ് ആണ്. പണ്ടില്ലേ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത് കണ്ടിന്യൂ അല്ല, സെറ്റപ്പ് ന്യൂ ഐഫോൺ കണ്ടിന്യൂ കൊടുക്കാം. നമുക്കിവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാണ്ട് കണ്ടിന്യൂ പാടില്ലേ. ഈ ഓതൻറ്റിക്കേഷൻ കൊടുത്തു. അപ്പം നമ്മളെന്ത് ചെയ്യണം, ക്യാമറ ഇത് സ്കാൻ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ സ്കാൻ ചെയ്തത് ബാർകോഡാണ് കേട്ടോ. പക്ഷേ അത് വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല, വൈറ്റ് സ്ക്രീനായിട്ടാണെന്ന് അറിയില്ല. ഉദാഹരണത്തിൽ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്ന് സെറ്റപ്പ് ഫോർ മീ എന്നുള്ള ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഇതിൽ 12 ഏതാണ് പാസ്വേഡ് ഉള്ളത്, ആ പാസ്വേഡായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പാസ്വേഡ് അതേമാതിരി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ കോപ്പി ആവട്ടോ. അപ്പോൾ ഇതിന് ഈ പ്രോസസ്സ് ഏകദേശം 1-2 മണിക്കൂർ എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കേസാണ് കേട്ടത്. ഇപ്പോൾ ഫേസ് ഐ ഡി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് പുതിയ ഫേസ് ഐ ഡി കൊടുക്കാനാണ് പറയുന്നത്. ഫേസ് ഐ ഡി ഇപ്പം നിലവിൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ഫേസ് ഐ ഡി അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ലേറ്റർ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇതൊക്കെ കുറച്ചൊരു ടൈം എടുക്കുന്ന കേസാണ്. അഗ്രി. എൻ്റെ 12 നിന്നാണ് ഇപ്പോൾ നമ്മൾ 40 Pro Maxിലേക്ക് കോപ്പി ചെയ്യുന്നത്. 40 Pro Max ഓൾറെഡി ഞാൻ 50 Pro Maxിൽ കോപ്പി ചെയ്ത് എൻ്റെ ഡാറ്റാസ് അതിനുശേഷം ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ നമ്മളെന്തായാലും ഐഫോണൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് ഐഫോണിന് 50 Pro Maxിന് ഏകദേശം 1,40,000 അതിന് ചില്ലാണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പ്രൈസ് ഇല്ല കേട്ടോ. പുറത്ത് ശരിക്കും നോക്കുകയാണെങ്കിൽ പുറത്ത് മൊബൈൽ ഷോപ്പിലൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവരുണ്ടാവും. അവരെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാത്ത പീസ് തന്നെ വലിയൊരു പ്രൈസ് ഇല്ലാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഷോപ്പ് റേറ്റിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്ന ഫോണാണ് ഏകദേശം 1,10,000 ആ റേഞ്ചിലേക്ക് നമുക്ക് ഫോൺ അവൈലബിൾ ആണ് കേട്ടോ. നോട്ട് നൗ, കണ്ടിന്യൂ. അതുപോലെ തന്നെ നമ്മൾ ഐഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആക്ടിവേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ പറ്റാൻ മതി. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ IMEI ചെക്കർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ ആക്ടിവേറ്റ് ആണോ അല്ല എന്നുള്ള അറിയാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിട്ടോ. ഇപ്പോൾ പുതിയൊരു ഞങ്ങൾ സാധാരണ ഞാൻ ഗൂഗിളിൽ തന്നെയാണ് സെർച്ച് ചെയ്യൽ, IMEI ചെക്കർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യൽ. അത് അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഇന്നലെ എന്ത് ചെയ്ത് ഫോണിൽ ഐഫോണിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ഏതിനാ ആപ്പ്? സപ്പോർട്ട് ആപ്പിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സീരിയൽ നമ്പർ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഫോൺ ഇന്നലെ എടുത്ത ഫോൺ ഓൾറെഡി 1 month മുന്നേ ആക്ടിവേറ്റ് ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ അത് നമുക്ക് കൺഫ്യൂസ് ആയൊരു പ്രശ്നമാണ് അതിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോണ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം മൊബൈൽ ഫീൽഡിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സർവീസും സ്പെയറൊക്കെ ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളും നമുക്ക് കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഫേക്കായി, അത് ചിലത് ഫേക്കായിട്ടെന്നല്ല, ചിലതിൽ അങ്ങനെയാണ് കാണിക്കൽ. ഓൾറെഡി ഒരു ആക്ടിവേഷൻ ചെയ്ത ഡേറ്റ് അല്ല, സെയിൽ ചെയ്ത ഡേറ്റ്, ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡേറ്റാണ് അതിൽ കാണിക്കുക. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആക്ടിവേഷൻ ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയ ആളോട് കറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സംഭവം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 1 മാസം യൂസ് ചെയ്തതാണ്, 1 മാസം മുന്നേ ആക്ടിവേഷൻ ചെയ്താണെങ്കിൽ 1 മാസത്തെ വാറണ്ടി എനിക്ക് മിസ്സായി. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ്. 1 മാസം വാറണ്ടി മിസ്സാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷിൻ്റെ പ്രൈസ് കൊടുത്ത് എടുക്കുമ്പോൾ അതിന് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാല്യൂ ആണ് കിട്ടുക. പക്ഷേ അതൊരു നഷ്ടമായി വരും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ എടുത്ത ആളോട് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ സിം ഇട്ടോളൂ, സിം ഇടുമ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്ന ഡേറ്റ് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ സിം ഇട്ട് നോക്കിയപ്പോൾ പിന്നെ ആ ആപ്പിലേക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇന്നലത്തെ മെനാമത്തെ ഡേറ്റ് കേട്ടോ, ഒരു ദിവസത്തെ ബാക്കിലോട്ടുള്ള ഡേറ്റാണ് കാണിക്കുക. അപ്പോൾ കറക്റ്റ് ഡേറ്റ് അപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് എന്നുള്ള ആപ്പ് എന്നുള്ളത് ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ല, അത് എന്ന് കരുതിയിട്ട് നമ്മൾ യൂസ് ചെയ്താണെന്നുള്ള വിചാരിക്കും. അതാണ് എനിക്ക് ഇന്നലെ കിട്ടിയൊരു അറിവ്. അപ്പോൾ ഈ ഒരു കോപ്പിങ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇതിൽ കാണിക്കണമെന്നില്ല 1 മണിക്കൂർ, 2 മണിക്കൂറല്ല 1 മണിക്കൂറാണ് കാണിക്കുന്നത്. എൻ്റെ ഇന്നലെ ഫോൺ കാണിച്ചത് 2 മണിക്കൂറാട്ടോ. അപ്പോൾ ഈ 1 മണിക്കൂർ ടൈമുണ്ട്. ഈ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ട് നമുക്ക് കോപ്പി ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നവർ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക.